ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ പറഞ്ഞു പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ തടസ്സം വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത്. ഇന്ന് ഞാൻ വേറൊരു കാര്യമാണ് പൊതുവെ ഭക്തന്മാരുടെ ഇടയിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അവരെന്ത് പറയണോ അത് സത്യമായി തീരണ ഒരു ശൈലി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ? അവർക്ക് ഒരു അനുഗ്രഹിക്കാനുള്ള ശക്തി ഒന്നും ഉണ്ടായിട്ടൊന്നും ആവില്ല. പക്ഷേ പൊതുവേ ഭക്തന്മാരെന്താണോ പറയുന്നത് അത് സത്യമായി തീരണം. അപ്പോൾ അതെങ്ങനെയുള്ള ഭക്തന്മാർ? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം ആയിട്ടുള്ള ഭക്തന്മാരുണ്ടല്ലോ, അവരെന്തെങ്കിലും പറയണത് പൊതുവെ സത്യമായി തീരണ ഒരു ശൈലി കാണാം. അപ്പോൾ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാണ്. കാരണം ഭഗവാന്റെ വിശേഷണമാണ്. നമ്മൾ ഭാഗവതം നരസിംഹാവതാരം പറയുമ്പോൾ ആദ്യത്തെ ശ്ലോകം, നരസിംഹം അവതരിക്കണ ആ ശ്ലോകം, അവതാരത്തിൻ്റെ ആ ശ്ലോകത്തിൽ ആദ്യത്തെ പാദം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യം വിധാതും നിജഭൃത്യ ഭാഷിതം എന്നാണ്. തൻ്റെ ഭൃത്യൻ പറഞ്ഞ വാക്കിനെ സത്യമാക്കി തീർത്തും കൊണ്ട് അല്ലെങ്കിൽ തീർക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് നരസിംഹമൂർത്തി അവിടെ പ്രകടമാവുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിന് അത് പല തരത്തിലും അതിൻ്റെ അർത്ഥം പറയാൻ സാധിക്കും. ഹിരണ്യകശിപു ചോദിച്ചതാണ്, ഈ തൂണിലുണ്ടോ നിന്റെ ശ്രീഹരി എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് അച്ഛ. അപ്പം എനിക്ക് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാണുന്നുണ്ട് അച്ഛ, അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ തൂണ് ചെന്ന് ഇടിക്കാൻ പോയതാണ്. അപ്പോൾ തൻ്റെ പ്രഹ്ലാദൻ പറഞ്ഞ വാക്കിനെ സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ആ നരസിംഹമൂർത്തി ആ സത്യമാക്കി കൊണ്ടതാ പുറപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരർത്ഥം വരുന്നു. പിന്നെ വേറൊരർത്ഥം, ഈ നാരദ മഹർഷി പ്രഹ്ലാദന് പണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ മാഹാത്മ്യം, ആ ഭക്തവാത്സല്യത്തിനെ കുറിച്ച്. അന്ന് നാരദ മഹർഷി പറഞ്ഞ വാക്കിനെ സത്യാക്കി കൊണ്ട് ഇവിടെ അച്ഛൻ്റെ കൈകൊണ്ട് ഉണ്ണിക്ക് ആപത്താണ്, ആ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ താൻ വരും, നാരദർ പറഞ്ഞ വാക്ക് സത്യാക്കി കൊണ്ട് അവിടെ ഭഗവാൻ പുറപ്പെട്ടതായിട്ട് ഒരർത്ഥം നോക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ബ്രഹ്മാവാണല്ലോ ഹിരണ്യകശിപുവിന് വരം കൊടുത്തത്. നമുക്കറിയാം ഹിരണ്യകശിപു തപസ് ചെയ്യാൻ പോയപ്പോൾ പല കണ്ടീഷനും വെച്ചിട്ടുണ്ട് മരണം വരാതിരിക്കാൻ. അപ്പോൾ ഇതൊക്കെ കൂടി കൊടുക്കുക എങ്ങനെയാ? പക്ഷെ കൊടുക്കാതിരിക്കാനും പേടിയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ ഭഗവാൻ എന്തെങ്കിലും വഴി കണ്ടോളും എന്നുള്ള വിശ്വാസത്തിലാണ് ബ്രഹ്മാവ് ആ വരം കൊടുത്തത് എന്നാണ് പറയുക. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ വാക്ക് സത്യമാക്കാനായിക്കൊണ്ട് ഇങ്ങനെ പല അർത്ഥം പറയും ഭഗവാന്റെ അവതാരത്തിനെ കുറിച്ച്. പക്ഷെ അത് നരസിംഹമൂർത്തി എന്നുള്ള ഒരു സ്വരൂപത്തിൽ മാത്രമല്ല, പൊതുവെ ഭഗവാന്റെ ഒരു വിശേഷണമായിട്ട് പറയും സത്യം വിധാതും നിജഭൃത്യ ഭാഷിതം എന്ന്. തൻ്റെ ഭക്തൻ എന്ത് പറയണോ അതിനെ സത്യമാക്കി തീർക്കണ ആളാണ് എന്നുള്ള ഒരു അർത്ഥത്തിൽ ഭഗവാനെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഭക്തന്മാർ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ശൈലി കാണാൻ സാധിക്കുക എന്നർത്ഥം. എന്തായാലും ഈ ഒരു ആശയത്തോടു കൂടി ഇന്നത്തെ വാക്കുകളെ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.